First of all, I want to congratulate all of you, all the Indians who celebrated in this women's victory. സ്ത്രീകളുടെ സുവർണകാലം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു. പെണ്ണുങ്ങളുടെ കളികൾ എന്ത് കാണാൻ, അതിലെന്ത് രസമാണുള്ളത്, പടിക്ക് കൊണ്ടുപോയി കലമുടയ്ക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിരുന്ന പറച്ചിലുകളെ അല്ലെങ്കിൽ ആ ചൊല്ലുകളെ നിശബ്ദമാക്കിക്കൊണ്ട് സ്ത്രീകളുടെ വനിതാ ക്രിക്കറ്റ് ദിനം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ചില ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയ ദിവസങ്ങൾ. ആ ജയത്തെ ആഘോഷമാക്കാത്ത ഒരൊറ്റ ക്രിസ്ത്യാനിയില്ല, ഒരൊറ്റ ചാനലുകളില്ല, ഒരൊറ്റ മലയാളിയില്ല എന്നുള്ളത് വേണം നമ്മൾ കണ്ടു മനസ്സിലാക്കാൻ. ഈ ടൂർണമെന്റ് ആരംഭിച്ചപ്പോൾ ശ്രേയ ഘോഷൽ എന്ന പാട്ടുകാരി അവൾ വന്ന് ദേശീയ ഗാനം പാടി ഇത് ആരംഭിച്ചപ്പോൾ ആരൊക്കെയോ വന്ന് കമൻറ്റ് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു നല്ല പെർഫോമൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ ചുവട്ടിൽ വന്ന് കമൻറ്റ് ചെയ്തു പോയവരുണ്ട്. അവരാരും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു ജയത്തെ സ്ത്രീകൾ സ്വന്തമാക്കുമെന്നും ഭാരതത്തിന് അവരൊരു ബഹുമാനമായി തീരുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സ്ത്രീകളുടെ ഉള്ളിൽ അവർ പ്രീ ഓക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം മറ്റൊന്നുമല്ല, സ്ത്രീകൾ അബലയാണ്, സ്ത്രീകൾ ദുർബലരാണ്, സ്ത്രീകൾ ബലഹീനരാണ് എന്നുള്ള ശബ്ദം കേട്ട് അവർ സ്വയം അവരെ ഇകഴ്ത്തി കളഞ്ഞിരിക്കുന്ന ചില ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ പിൻപിലുണ്ട്. ഞങ്ങൾ സ്വയം ബലഹീനരാണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീകളുടെ സഹായം എന്ന് പറയുന്നത് ഒരിക്കലും സഭയിലല്ല, സമൂഹത്തിലല്ല, ചുറ്റുപാടിലല്ല, ഭർത്താവിലല്ല, സഹോദരങ്ങളിലല്ല. അവളുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അവൾ ആശ്രയിക്കുന്ന ദൈവത്തിലായിരിക്കും. അത് സ്ത്രീകളുടെ വിശ്വാസം എല്ലാം ഇപ്പോഴും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. പണ്ട് ഹന്ന എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇതുപോലെ തന്നെ പുലമ്പിക്കൊണ്ട് നടന്നിരുന്നു. എന്നാൽ ആ പുരോഹിതൻ കണ്ടു മനസ്സിലാക്കി അവളുടെ വീഞ്ഞിറങ്ങിപ്പോകട്ടെ, അവിടെ മദ്യം ഇറങ്ങിപ്പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവളെ ചിത്രീകരിച്ച് മിണ്ടാതെയാക്കാൻ നോക്കിയപ്പോൾ ശൗമേൽ എന്നൊരു ബാലനെ പുറത്തു കൊണ്ടെന്ന് അവൾ അതിന് മറുപടി കൊടുത്തു. മറ്റൊരു സ്ത്രീ പരിശുദ്ധാത്മാവിന്റെ തള്ളലോടെ സമൂഹത്തെ വകവെക്കാതെ മുൻപോട്ട് ചെന്ന് യേശുവിനെ തൊട്ടു. അവൾ സൗഖ്യത്തിൽ സ്വന്തമാക്കിയത് നമുക്കറിയാവുന്ന കഥയാണ്. മറ്റൊരു സ്ത്രീ ചുറ്റും നിൽക്കുന്ന സമൂഹത്തെ ഭയപ്പെടാതെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഭയപ്പെടാതെ അവളുടെ സമ്പാദ്യം മൊത്തം കൊണ്ട് യേശുവിൻ്റെ തലമേൽ ഒഴിച്ചു, പരിമള തൈലം ഒഴിച്ച് അവളും പ്രസിദ്ധമായി തീർന്നു. അങ്ങനെ സ്ത്രീകളുടെ വിശ്വാസം എല്ലാം ഇപ്പോഴും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി അവളും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അതെ, അവളുടെ പേര് ജമീമ ജെസിക്ക റോഡ്രിഗസ്. അവളുടെ വിശ്വാസം ആരംഭിച്ചത് ഇങ്ങനെയാണ്. പതിവ് പോലെ അവൾ സഭയിൽ ചെന്നു. അന്ന് ചെന്നപ്പോൾ പാസ്റ്റർ അവിടെ പ്രസംഗിക്കുന്ന പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിൽ നിന്നാണ് ഇസ്രായേലർക്ക് ദൈവം കൊണ്ടുകൊടുത്ത രക്ഷ, അത് നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്നുള്ള വചനത്തെ ആസ്പദമാക്കി പ്രസംഗിച്ചപ്പോൾ ആ വചനത്തെ അവൾ സ്വന്തമാക്കിയെടുത്തു. അങ്ങനെ എഴുന്നേറ്റ് ആ വിശ്വാസത്തെ വിളിച്ചു പറഞ്ഞു ഒരു സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം പാസ്റ്റർ അവളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സഭയിലെ മൂപ്പന്മാരെ എല്ലാം കൂട്ടി ചേർത്ത് നിർത്തി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നടക്കുവാൻ പോകുന്ന ആ ക്രിക്കറ്റ് ദിനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ജയത്തെ സ്വന്തമാക്കിയെടുക്കുവാൻ ഈ പെൺകുട്ടിക്ക് സാധ്യമായി. ITOCs ടീമും അവരും ക്രിസ്ത്യാനികളല്ലേ, എന്തുകൊണ്ട് യേശുവിനെ കൈവിട്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനിയെ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികളെ ജീവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ യേശുവിനെ ചേർത്ത് പിടിച്ച് ദൈവവചനത്തെ സ്വന്തമാക്കി അല്ലെങ്കിൽ അതിനെ ഏറ്റുപറഞ്ഞ് ദൈവവചനം പറയുന്ന പോലെ വചനം നിനക്ക് സമീപേ, നിന്റെ ഹൃദയത്തിലും നിന്റെ വായിലും നിറഞ്ഞു നിൽക്കുന്നു, ആ വചനത്തെ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് കാര്യങ്ങളെ സ്വന്തമാക്കിയെടുക്കുക അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള ആശ്രയമാണ് ഇവിടെ ജമീമയെ വ്യത്യസ്തമാക്കുന്നത്. ഓസ്ട്രേലിയൻ ടീം അവർ ജയത്തെ സ്വന്തമാക്കിക്കൊണ്ടാണ് അവരുടെ കളികളും അവരുടെ ഓരോ ചലനങ്ങളും. എന്നാൽ ജമീമ എന്ന പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ ടീമിന് ജയം ഒരിക്കലും സ്വന്തമാക്കുവാൻ കഴിയുകയില്ല. ചിറകറ്റ പക്ഷിയെ പോലെ തോൽവിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ജമീമ ദൈവവചനത്തെ ഉരുവിട്ടത്. വിശ്വാസത്താൽ ദൈവവചനത്തെ ഗർഭം ധരിച്ചവൾ അവൾ അതിന്റെ പ്രവൃത്തി, ആ വചനത്തിന്റെ പ്രവൃത്തിയെ അവിടെ വെച്ച് കാണുവാൻ തുടങ്ങി. പ്രത്യാശയറ്റ ഇന്ത്യൻ വനിതാ ടീമിന് പ്രത്യാശ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു ചിറക് വിരിച്ചുകൊണ്ട് ആ വചനം അവളെ സഹായിച്ചതാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ എല്ലാം പിൻപിൽ അധ്വാനിച്ച ഒരു കൂട്ടം വ്യക്തികളുണ്ടായിരുന്നു. അതെ, അവളുടെ സഭയും അവളുടെ പാസ്റ്റർമാരും. ആയിരങ്ങൾ പതിനായിരങ്ങൾ ലോകത്തോട് സുവിശേഷീകരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തമായിട്ടാണ് ഒരൊറ്റ വചനം കൊണ്ട് മുഴുവൻ ഭാരതത്തെ ജമീമ എന്ന പെൺകുട്ടി സുവിശേഷീകരിച്ചത്. ശക്തരായ അനേകം പെൺകുട്ടികൾ, സ്ത്രീകൾ എവിടെയൊക്കെ മറഞ്ഞു കിടപ്പുണ്ട്. ദൈവം അവർക്ക് തുണ നിന്ന് അവരെ ശക്തരാക്കി പുറത്തു കൊണ്ടുവന്ന് മുഴുവൻ ലോകത്തെ സുവിശേഷീകരിക്കുമെന്നുള്ളതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ സുവർണകാലം ആരംഭിച്ചു കഴിഞ്ഞു. പെൺപുലികൾ, പെൺപടകൾ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ മുഴുവൻ ലോകം ഒരുപോലെ അഭിനന്ദിക്കുമ്പോൾ ഈ ജയം അവരുടെ മാത്രം ജയമല്ല, മൊത്തം സ്ത്രീകളുടെ ജയമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഏറ്റവും ശക്തമായത് സ്ത്രീകൾ ഇനിയും പുറത്തു വരുവാനുണ്ടെന്നുള്ളതും മുൻപോട്ടുള്ള ദിവസങ്ങളിൽ അത് തെളിയിച്ചുകൊണ്ടേയിരിക്കും. ബലഹീനരായ സ്ത്രീകൾക്ക് ഏറ്റുപറയാൻ ഒരു നാമമുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം. അതേ, പാട്ടുകാരൻ പാടുന്ന പോലെ നമുക്കും ഏറ്റുപാടാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം യേശുവത്രേ,
ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനായി. യേശു മതിയായവൻ, എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനായ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനായി. യേശു മതിയായവൻ, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹീനം മതി, നിത്യജീവൻ മതി. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി.